ഗുരുവായൂരിൽ നിന്നുള്ള ചില നടക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്ന ഒരു വാർത്താപകലാണ് ഇന്ന് കടന്നുപോയത്. ശീവേലി എഴുന്നള്ളിക്കുന്നതിനായി കൊണ്ടുവന്ന ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നു. പുന്നത്തൂർ ആനക്കോട്ടയിലെ കൃഷ്ണ, കേശവൻകുട്ടി എന്നീ ആനകളെയാണ് പാപ്പാന്മാർ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന്. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പാപ്പാന്മാരെ ഉടനടി സസ്പെൻഡ് ചെയ്തു. ഹൈക്കോടതിയും വനമന്ത്രിയും സംഭവത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972 സെക്ഷൻ 9 മാത്രം പരിഗണിച്ചാൽ പോലും ജാമ്യമില്ലാ വകുപ്പ് ചുമത്താവുന്ന കുറ്റം. ആനയുടെ ലോലമായ മർമ്മത്തിൽ തുടങ്ങി സ്പൈനൽ കോഡിനെ വരെ തകർക്കുന്ന തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ. ഗുരുവായൂരിൽ അരങ്ങേറിയത് വിവരണാതീതമായ ക്രൂര പീഡനം. ശീവേലിക്ക് എഴുന്നള്ളിക്കുന്നതിന് മുൻപ് കുളിപ്പിക്കാൻ എത്തിച്ചപ്പോഴാണ് ആനകളെ പാപ്പാന്മാർ ക്രൂരമായി തല്ലിയത്. തോട്ടി ഉപയോഗിച്ച് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തു. രണ്ടു മാസം മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നാണ് കരുതുന്നത്. കൃഷ്ണ, കേശവൻകുട്ടി, ഗജേന്ദ്ര എന്നിങ്ങനെ 3 ആനകളുടെ ദൃശ്യങ്ങൾ ഒന്നിച്ചു ചേർത്താണ് പ്രചരിപ്പിക്കുന്നത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത നടക്കിരുത്തിയ ആനയാണ് കൃഷ്ണ. മർദ്ദന ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആനക്കോട്ടയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററോട് ദേവസ്വം ചെയർമാൻ VK വിജയൻ റിപ്പോർട്ട് തേടി. 6 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യാനും നിർദ്ദേശിച്ചു. നിലവിൽ ആനകൾ ആനക്കോട്ടയ്ക്ക് പുറത്തായതിനാൽ മടങ്ങിയെത്തിയാൽ ഉടൻ പാപ്പാന്മാർക്ക് സസ്പെൻഷൻ ഉത്തരവ് കൈമാറും. ആ ചിത്രത്തിൽ കാണുന്ന ആൾക്കാരെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ചിലരതിനകത്ത് നിസ്സംഗരായിട്ട് നോക്കി നിൽക്കുകയാണ്. ശ്രീ ഇങ്ങനെയുള്ള ക്രൂരതയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അതൊരു കൂട്ടായിട്ടുള്ള ഒരു പീഡന ശ്രമമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് അതിലുള്ള എല്ലാവരെയും സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സംഭവത്തിൽ ഹൈക്കോടതിയും ഗുരുവായൂർ ദേവസ്വത്തോട് വിശദീകരണം തേടി. ഇനിയൊരു ദുരവസ്ഥയ്ക്ക് കാത്തിരിക്കരുത്. CCTV ക്യാമറകളടക്കം സ്ഥാപിച്ച് ശക്തമായ നിരീക്ഷണത്തിലൂടെ പുന്നത്തൂർ കോട്ടയിലെ ആനകളെ സംരക്ഷിക്കണമെന്നതാണ് പ്രധാനമായി ഉയരുന്ന ആവശ്യം. ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. പുന്നത്തൂർ ആനക്കോട്ടയിൽ പലപ്പോഴും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ആനകളെയൊക്കെ വലിയ രീതിയിൽ സംരക്ഷിക്കുന്നു എന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. മാത്രമല്ല പാപ്പാന്മാരൊക്കെ വലിയ സ്നേഹത്തോടെ ആനയോട് പെരുമാറുന്നു. അതൊക്കെ വലിയൊരു സന്തോഷം കൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. എന്നാൽ ഇന്ന് പുറത്തു വന്ന ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വല്ലാത്ത അമ്പരപ്പ് തോന്നിപ്പോയി. ആനകളെയൊക്കെ ഇങ്ങനെ മർദ്ദിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് കരുത്ത് കിട്ടുക? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നിയമപരമായി തന്നെ വലിയ ലംഘനമാണ് അവർ ചെയ്തിരിക്കുന്നത്. മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് ഈ പാപ്പാന്മാരിൽ നിന്നുണ്ടായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ വലിയ വലിയ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. അതിൽ ചില പ്രതികരണങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു തരാം. അപ്പോൾ ഈ പറയണത് മുഴുവൻ പേപ്പറിൽ വയറിലൊക്കെ ആയിട്ട് വരും. ഇത് കൊണ്ടിടക്കണവന് വയർ കായും. വയറിലെ ലിവർ മാത്രമല്ല വിറയ്ക്കുക, ഹാർട്ടും വിറയ്ക്കും. ഞാൻ ഇതിൻ്റെയൊക്കെ യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു. എനിക്കറിയാം എത്ര ശവം എടുത്തിട്ടുള്ളതാണ്. പാവങ്ങൾ നിരപരാധി. ഇവിടെ 3 പേർക്ക് ചത്തുപോയിട്ട് പകരം ജോലി കൊടുക്കാത്ത ദേവസ്വം ഗുരുവായൂർ ദേവസ്വം. അതാരും ചോദിക്കില്ല. ക്രൂരമായി ഒരു ജീവിയെയും മർദ്ദിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ. നമ്മുടെ അത്തരം ജീവികളൊക്കെ സഹജീവികൾ തന്നെയായിട്ട് നമുക്ക് കണക്കാക്കണമെന്നാണ്. സാധാരണ നമ്മളൊക്കെ മനുഷ്യന്മാർ കുറച്ചുകൂടി മുതിർന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സത്യത്തിൽ അവരൊക്കെ സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറണം. ഏതൊരു ജീവിയായാലും മർദ്ദിക്കുന്ന എത്രയായാലും മോശമായ ഒരു സംഗതിയാണ്. അതും ഒരു ജീവിയാണ്. അതിനോട് സ്നേഹമായിട്ട് പെരുമാറുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് എനിക്കിഷ്ടം. അവറ്റകൾ വെറുതെ ഇല്ലാണ്ട് ഇങ്ങനെ മോരടിക്കുന്നത് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കാര്യമല്ല. അത് നടപടി എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം, സംശയിക്കേണ്ട കാര്യമില്ല.